ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി മകരസംക്രാന്തി. വീഡിയോ ഇത്തിരി ലേറ്റ് ആയിപ്പോയി, സോറി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണ് ബ്രേക്ക്ഔട്ട് തന്നത്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിഫ്റ്റി ബുള്ളിഷ് ആയിരുന്നു, അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ബെറ്റർ തന്നെയാണ്. സോ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 24,000, ബാങ്ക് നിഫ്റ്റി 52,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ ലാസ്റ്റ് ഡേ, അതായത് ഇന്നലെ ഞാൻ റെയിൽവേനെ പറ്റി പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ ഇന്ന് നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും. അതിൽ 4 സ്റ്റോക്കുകൾ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് IRFC, ഇന്നലെ ഞാൻ എടുത്ത് പറഞ്ഞ സ്റ്റോക്കാണ്. 130 നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 113 റുപ്പീസിലുണ്ടായിരുന്നു, 130 ആയിട്ടുണ്ട്. സോ വൺ ഡേയിൽ തന്നെ കണ്ടോ 15% വരെ ഉയർന്നിട്ടുണ്ട്. അതുപോലെ RVNLും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 8.56% ഉയർന്നിട്ടുണ്ട്. ഇർക്കോൺ ഇൻ്റർനാഷണൽ 3.79%. അതുപോലെ ടെക്സ്മെക്കോ റെയിൽ എല്ലാം തന്നെ നല്ല ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ധനലക്ഷ്മി ബാങ്ക് സൂൺ 50 റുപ്പീസ് ആകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 43 ആയി, ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്ററായിട്ടുണ്ട്. നെക്സ്റ്റ് 50 റുപ്പീസ് വേഗം എത്തുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ വീഡിയോസ് എല്ലാവരും തുടർന്ന് കാണുക. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് നോക്കാം. അതിൽ TTML 92 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 98 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 130 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ TVS മോട്ടോഴ്സ് 2022 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2011 തൊട്ട് നമ്മൾ എടുക്കാൻ പറഞ്ഞൊരു സ്റ്റോക്കാണ്. സോ നെക്സ്റ്റ് ടാർഗറ്റ് 2500 വരെ പോകാൻ സാധ്യതയുണ്ട്. ബട്ട് 2 വീക്സ് ടു 1 മന്ത് ആണ് ടൈം ഫ്രെയിം. ഓക്കെ, ഇപ്പോൾ കുറച്ച് റിവേഴ്സൽ ആയിട്ടുണ്ട്, ബട്ട് എന്നാലും വീണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ദെൻ മോട്ടിലാൽ ഒസ്വാളൊക്കെ നല്ല ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. 1542 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് 1650 ആണ്. 22% ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ ആസ്ട്രാസെൻകയൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 6194 വൺ ഡേയിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. വെനസ്ഡേ, മൺഡേ പറഞ്ഞു, ട്യൂസ്ഡേ കുറച്ച് സൈഡ് വേസ് പോയി, വെനസ്ഡേ ബ്രേക്കൗട്ട് തന്നു. അങ്ങനെ വൺ ഡേയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഐബിൾ ഹൗസിംഗ് ഫൈനാൻസ് 222 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 228 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 280 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ ഇതിൽ മോട്ടിലാൽ ഒസ്വാളും ആസ്ട്രാസെൻകയൊക്കെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി സ്റ്റോക്കിലും ഏകദേശം ടാർഗറ്റ് ഹിറ്റ് ആവാറായി. ടൈം ഫ്രെയിം പറഞ്ഞ പോലെ 2 വീക്സ് ടു 1 മന്തിനുള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള ഒരു 8 സ്റ്റോക്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല, നിങ്ങളും കൂടി ഈ സ്റ്റോക്കിൽ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും ആവർത്തിക്കുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ 131 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 150 പോകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 115 വയ്ക്കുക. ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് സ്റ്റോക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 50 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 53 പോകാനുള്ള സാധ്യതയുണ്ട്. 53, 55. ഓക്കെ, കാരണം ഒരു സിമ്മട്രിക് ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ള നല്ല ഒരു ബുള്ളിഷ് സ്റ്റോക്ക് തന്നെയാണ്. ദെൻ തേർഡ് സ്റ്റോക്ക് ഇന്റർഗ്ലോബ് ഏവിയേഷൻ 3120 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3700 പോകാൻ സാധ്യതയുണ്ട്. സോ ബാങ്ക് ഓഫ് ഇന്ത്യ 150 പറഞ്ഞു. അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 17% ആണ് ഉയരാൻ സാധ്യതയുള്ളത്. അതുപോലെ ഇന്റർഗ്രൂപ്പ് ഏവിയേഷൻ, ഈ ഒരു സ്റ്റോക്ക് ഇന്ത്യസ് ലാർജസ്റ്റ് പാസഞ്ചർ എയർലൈൻ ആണ്. സോ 3700 റുപ്പീസാണ് ടാർഗറ്റ്. 19% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വോഡാഫോൺ ഐഡിയ
16 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 25 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 48% വരാൻ സാധ്യതയുണ്ട്. ദെൻ പ്രിവി സ്പെഷ്യാലിറ്റി 1141 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഫോം ചെയ്തിട്ടുള്ളതുണ്ട്. 1065 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 165 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1400 ഫസ്റ്റ് ടാർഗറ്റ് 20% വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സെക്കൻഡ് ടാർഗറ്റ് 1700 44% വരെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ബാങ്കിങ് സ്റ്റോക്കിൽ നെക്സ്റ്റ് വരുന്നത് കരൂർ വൈശ്യ ബാങ്ക്. ഈ മോട്ടിലാൽ ഒസ്വാൾ പോലെ തന്നെ ഏഞ്ചൽ ബ്രോക്കിംഗ്, ജിയോജിത്ത് ഇതെല്ലാം തന്നെ നല്ല ഈ ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ കരൂർ വൈശ്യ ബാങ്ക് 174 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 200 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 15% ഉയരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഈ ഒരു MCX. ഒക്ടോബർ 2023 മുതൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ 3190 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 4000 വരെ പോകാൻ സാധ്യതയുള്ള മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 26% ആണ് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ Paytm 714 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 730 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 845,000 വരെ പോകാൻ സാധ്യതയുണ്ട്. 16% to 37% വരെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഓക്കെ, ഈ ഒരു 8 സ്റ്റോക്കാണ് ഇനി ഉയരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രേക്കൗട്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറക്കാതെ കമൻസിലൂടെ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.